ഖുതുബുൽ ആലം സിയം വലിയുള്ള പാപ്പയുടെ വഫാത്തിന് ശേഷം ഒരു മുർഷിദായ വലിയനെ ഞാൻ കണ്ടിട്ടില്ല. പറയുന്നത് മഹാനായ ശൈഖുന താജുൽ ഉലമയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള എന്താണോ പറഞ്ഞത് അത് 100% ഒന്നിലും ഒരു വീഴ്ചയും വരുത്താതെ അതായിരുന്നു ശൈഖുനയുടെ ജീവിതമെന്ന് പണ്ഡിത മുത്തുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിച്ചത്? നമ്മളൊക്കെ വളരെ ചെറുപ്രായത്തിൽ നമുക്ക് എന്തെല്ലാം പരിധികളുണ്ട്. ശൈഖുനയുടെ ജീവിതത്തെക്കുറിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത്, നേരിൽ കണ്ടവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടുത്തെ ജീവിതം വളരെ ചെറുപ്രായത്തിൽ തന്നെ റവാത്തിബ് സുന്നത്ത് ളുഹ്ർ നിസ്കരിക്കണം. സ്കൂളിൽ പോയി വരുന്ന വഴിയിൽ നമ്മുടെ കൊച്ചുപള്ളിയിൽ അവിടുന്ന് നിസ്കരിച്ചിരുന്ന, അവിടുന്ന് കുളിച്ചിരുന്ന കുളം, അതിൻ്റെ ചാരത്തുള്ള പള്ളിയിൽ, ആ പള്ളിയിൽ ചെന്ന് 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് ളുഹ്റിന്റെ മുമ്പുള്ള 4 റക്അത്ത് ഉസ്താദുമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. 4 റക്അത്ത് നിസ്കരിക്കും. അതെങ്ങനെയാണ്? താമായിട്ട് ഒരു സുന്നത്തും ഒഴിവാക്കാതെ. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതും, സൂറത്തും ചിലപ്പോൾ സൂറത്ത് ഓതില്ല. എന്നാൽ വജ്ഹത്ത് അതിലുണ്ടല്ലോ, അഊദുണ്ടല്ലോ. അതുപോലെ തന്നെ അത്തഹിയാത്ത് പൂർത്തിയാക്കി ചൊല്ലുന്ന ശൈലി നമുക്ക് നമ്മുടെ അവസ്ഥകൾ ആലോചിച്ചാൽ അറിയാം. എന്നാൽ ഏത് കാലത്താണ് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായി നാട്ടിലൂടെ നടക്കുന്ന അക്കാലത്ത് ളുഹ്റിന്റെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് 4 റക്അത്ത് താമായി നിസ്കരിക്കും. ളുഹ്ർ നിസ്കാരം കഴിഞ്ഞാൽ റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തുകളെല്ലാം ചെറുപ്രായത്തിൽ നിർവഹിച്ചിട്ട് വീണ്ടും റവാത്തിബ് സുന്നത്ത് 4 റക്അത്ത് നിസ്കരിക്കുന്ന ആ ഒരു പതിവ് ഉസ്താദുമാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എല്ലാ സുന്നത്തുകളും ഒന്നും ഒഴിവാക്കുകയില്ല. ഒരു വുളു എടുക്കുകയാണെങ്കിൽ ദായിമൻ വുളുവോടുകൂടിയായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ നടന്നിരുന്നത്. എന്നാൽ ആ വുളുവിനെ കുറിച്ച് തന്നെ എല്ലാം അതിൻ്റെ ചിട്ടപ്രകാരം പഠിക്കുന്ന കാലത്ത്, മുതഅല്ലിമായി പഠിക്കുന്ന കാലത്ത് ഒരു സുന്നത്ത് നോമ്പ് ഒഴിവാക്കാറില്ല എന്ന് ശൈഖിനെ കുറിച്ച് അവിടുത്തെ കൂട്ടുകാർ, മഹാന്മാരായ മശായിഖന്മാർ, ഉസ്താദുമാർ, അവരാണ് വിവരിക്കുന്നത്. അയ്യാമുൽ ബീദിലെ സുന്നത്ത് നോമ്പുകൾ ഒന്നും ഒഴിവാക്കുകയില്ല. മാത്രമല്ല, അവിടുന്ന് ഒരു സാധാരണ രൂപത്തിൽ ജീവിച്ചതല്ല. എല്ലാം അത്ഭുതമാണ്. പറയാൻ ഞാൻ അശക്തനാണ്. ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും ആ മദദിന് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. ബഹറുൽ ഉലൂം, ഇൽമിന്റെ ബഹറാണ് ശൈഖുന എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ്. അവിടുത്തെ ഇൽമ്, അവിടുന്ന് സ്വന്തം നാട്ടിൽ തന്നെ 8 വർഷത്തോളം അല്ലെങ്കിൽ 7 വർഷത്തോളം ദർസ് നടത്തിയത്, അതെല്ലാം പണ്ഡിത മുത്തുകൾ വിവരിക്കുന്നുണ്ട്. മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ശംസുൽ ഉലമ ശൈഖുനെ കുറിച്ച് വിവരിക്കുന്ന പദം വലിയുല്ലാഹി സിയം. വലിയുല്ലാഹി സിയം എന്ന് പറയുന്നത് അവിടുത്തെ ജീവിതകാലത്ത് ശൈഖുനെ കുറിച്ച് വലിയുല്ലാഹി എന്ന് വിവരിക്കുന്നത് പണ്ഡിത മുത്തുകൾ പറയാറുണ്ട്. ആരാണ് ശംസുൽ ഉലമ? അവിടുന്ന് പറയുന്ന വാക്കുകൾ മാത്രമല്ല, താജുൽ ഉലമ പറയുന്നത്, ഞങ്ങളുടെ ഉസ്താദുമാർ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന സിയം വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖുതുബുൽ ആലം സിയം വലിയുള്ള പാപ്പയുടെ വഫാത്തിന് ശേഷം ഒരു മുർഷിദായ വലിയനെ ഞാൻ കണ്ടിട്ടില്ല. പറയുന്നത് മഹാനായ ശൈഖുന താജുൽ ഉലമയാണ്. തുഹ്ഫ എന്ന 10 വാള്യമുള്ള ഗ്രന്ഥം, ധാരാളം ഗ്രന്ഥങ്ങൾ, കാണാതെ ദർസ് നടത്താൻ ഭാഗ്യം ലഭിച്ച വലിയൊരു മുവഫഖായ മഹാൻ. താജുൽ ഉലമ ചില്ലറക്കാരല്ലല്ലോ, ബഹുമാനപ്പെട്ടവരാണ് വിവരിക്കുന്നത്. ശൈഖുനയുടെ വഫാത്തിന് ശേഷം ഒരു മുർഷിദായ വലിയനെ ഞാൻ കണ്ടിട്ടില്ല.
ഞങ്ങൾ ഉസ്താദുമാർ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇൽമിന്റെ വിഷയത്തിൽ, ഇബാദത്തിന്റെ എല്ലാം നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത അപ്പുറത്താണ് ശൈഖ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉപ്പാപ്പയുടെ ചെറിയൊരു മദത് നമുക്കൊക്കെ കിട്ടാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ചൊവ്വാല് തൊട്ട് ഇതുവരെ മുടങ്ങാതെ ഐനുന്നൂർ മജ്ലിസ് എന്ന പേരിൽ ശൈഖുനയുടെ വീട്ടിൽ നടക്കുന്ന ഈ മജ്ലിസ്, അതിന് മഹബത്ത് വെക്കുന്നവർ, സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ.